സ്റ്റോപ്പ് അടിച്ച ഒരു 5 മിനിറ്റ് ഗൾഫിൽ പോവാ. അതിന് മുമ്പ് സാധനം പഠിച്ചിരുന്നു. നാളെ ഗൾഫിൽ പോകും. 10 മിനിറ്റ് പഠിച്ചിരുന്നു. അല്ല സീരിയൽ ബോർഡ് വേണമെന്നല്ല, വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പ്രിന്റ് ചെയ്യാൻ. അല്ല ഇതിപ്പോ ഈ പ്രോജക്റ്റിന്റെ ഞാൻ കാണിക്കാം. ഇത് കോമേറ്റ് ഇട്ടാ, കോമേറ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മറ്റേ എടുക്കണത് എടുക്കാണ്ടിട്ടാ അത് കുഴപ്പമില്ല. അതില് ഞാന് നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡ്രൈവിൽ എടുക്കുന്നുണ്ട്. അതിൽ പക്ഷെ ഈ ബഫർ സൈസ് ഒന്നാകണം കേട്ടാ, ഇൻപുട്ട് ബഫർ സൈസ് ഞാൻ അതുകൊണ്ട് കാണിക്കണം കേട്ടാ. ഇതാണ് റണ്ണിന്റെ ബട്ടൺ. ഇത് ഓപ്പൺ ചെയ്യാം. അതെ, ഇതിപ്പോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എക്സിറ്റ് എടുക്കുക. അപ്പൊ ഇതിങ്ങനെ വന്നല്ലോ. ചുമ്മാ പ്രിന്റ് കാണിച്ചാ വേറെ വാല്യൂ ഉണ്ട് 24. അത് എക്സിന്റെ പൊസിഷനാണ് പ്രിന്റ് ചെയ്യണം. എക്സിന്റെ പൊസിഷൻ ഞാനത് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. ഡാറ്റയാണോ ഡാറ്റ നമ്മൾ ഈ ആറിന്റെ ആസ്കിന് 82 എന്നെ ഇനി എല്ലാണെങ്കിൽ തിരിച്ച് അത് നിർത്ത് വന്ന ഡാറ്റ മുഴുവൻ കഴിഞ്ഞിട്ട് ഇനി അടുത്തെടുത്തോളൂ. ബഫറിൽ സേവ് എടുക്കുന്നു ലെവലിൽ അതിന്റെ ബഫറിൽ അതിന് ഇത്ര ആഴ്ച തന്നെ എല്ലാത്തിനെയും കഴിഞ്ഞിട്ട് നിൽക്കുള്ളൂ. ഈ റൈറ്റ് പോയതോടെ സേവ് ആയി ഇടുന്നു. അപ്പൊ പക്ഷെ നീ ഒരു ഒരെണ്ണം റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല അടുത്ത പ്രോസസ് ചെയ്യണം. പക്ഷെ ഇത്ര ടൈം എടുക്കാറില്ലല്ലോ. അങ്ങനെ കൺട്രോൾ വരാറുണ്ട്. ഞങ്ങൾ അതിൽ പ്രോഗ്രാം ഞങ്ങൾ വരാറുണ്ട്. നമ്മൾ വന്ന ഡാറ്റ അവിടെ വന്ന് കിടന്നാലും കുറച്ചേരത്തേക്ക് ഇടും. ടൈം എടുക്കണ്ടല്ലോ. ഞാൻ എഴുതിയ പ്രോഗ്രാം കുറെ സാധനങ്ങൾ ഡേറ്റ് ചെയ്ത് കളഞ്ഞു ആവശ്യമില്ല പറഞ്ഞിട്ട്. ഇല്ലില്ല, ഡ്രൈവിലുണ്ട്. മറ്റേ സാധനം വന്നിട്ട് വീട്ടില് മറ്റേ ഡീഡിന്റെ തിരുവനന്തപുരത്ത് ഡീഡ് റെഡി അത് ഞാൻ ആലോചിക്കണേ. കഴിഞ്ഞില്ല എനിക്ക് തോന്നണേ മൗസ് മൂവിന് മുകളിലിടണടാ. അതായിരുന്നു ഇപ്പൊ കറക്റ്റ് സമയത്തിന്. കാരണം ഇത് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോണുള്ളൂ തോന്നുന്നത്. നമുക്ക് സെമി കോളർ ഉണ്ട്. ഞാൻ അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടേക്കണം കേട്ടത്. സെമി കോളർ ഇട്ട് കഴിഞ്ഞാൽ അത് വേണമെന്നില്ല. കാരണം നമുക്ക് പ്രിന്റ് ചെയ്ത് അവിടെ കാണാൻ പറ്റും. സെമി കോളർ ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നീ കാണില്ലേ എക്സിന്റെ വാല്യൂ? അത് കാണാൻ വേണ്ടിട്ട് നിനക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇതില് സെമി കോളർ അല്ലെങ്കിൽ എററും തേങ്ങയൊന്നും വരില്ല മറ്റേതിലെ പോലെ.
സീലൊന്നും പോലെ സീലൊക്കെ എറർ വരില്ലേ സെമി കോളേജിലും ഇതാവില്ലെന്ന് തോന്നുന്നു. ഷോബി ആകെ പറയുന്ന അതൊരു രീതിക്ക് അടിക്കുള്ള ഒരു രീതി വേണ്ടി എവിടെ പോയ 1:30 നമ്മൾ ചെയ്തില്ലേ അവിടെ കേച്ചേരി എനിക്ക് സാധനങ്ങൾ വാങ്ങണ്ട് പെട്ടെന്ന് വിളിക്കും ഞാൻ വിചാരിച്ചില്ല ഏട്ടാ വിസ വന്നിട്ടായാലും ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത് അവർക്ക് നേരത്തെ അയച്ചെന്നാ മതി ചെയ്ത് വെച്ചിട്ടല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് ഒന്നും കിട്ടിയില്ല. എന്ത് കമ്പനി കൊല്ലൊരു ജെറ്റ് എയർവേസ് കൊഴപ്പില്ല. അടിച്ചിട്ട് പോണ്ട് കുറച്ചെണ്ണം അടിച്ചിട്ട് ഞാൻ ഫുൾ കഴിയണവരോടൊക്കെ ഉണ്ട് കിട്ടാൻ ഇല്ലല്ല ശരിയല്ല. അപ്പൊ അതന്നെ പോലെ പ്രശ്നം കറക്റ്റാ അല്ലേ വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോണ്ടില്ല. അതപ്പോ അതിന്റെ ആവും പക്ഷെ ഇപ്പൊ കുറവില്ലല്ലേ ഇപ്പൊ കുറഞ്ഞുണ്ട്. ഇത് പ്രശ്നമില്ല. നമ്മൾ അത്ര സ്പീഡിൽ അങ്ങോട്ട് അമർത്താണ്ടിരുന്നാൽ മതി. എത്ര ടൈം ഔട്ട് കുറച്ചാലും ടൈം ഔട്ട് തുറക്കണല്ലോ. ഒരു സെക്കൻഡിൽ തന്നെ എടുക്കണോ ഇങ്ങനോ അല്ല ഒരു സെക്കൻഡ് വരെ അല്ലേ വെയിറ്റ് ചെയ്യണോ അങ്ങനല്ലേ ടൈം ഔട്ട് കുറച്ച് പോയിന്റ് ഒരു സെക്കൻഡിൽ എന്തെങ്കിലും വരും. ഇപ്പോഴായാലും പേരുണ്ടാവില്ലേ പോയിന്റ് വരും. അത് 9,000 ഒരു 10 മില്ലി സെക്കൻഡ് വരെ ഡാറ്റ വരും. 0.01 ഇല്ല 0.01 സെക്കൻഡ് മതി. സ്പീഡ് കൂടുന്നവരോ കുറയ്ക്കാം ഇത് കുറയ്ക്കാം ടൈം ഔട്ട് കുറയ്ക്കാം ബോർഡറിന്റെ ഞാനിപ്പോ ഇപ്പോഴും ഡിബറ്റ് ഓൺ ആണ് കേട്ടോ. രഞ്ജു ഇവിടെ ഇല്ലേ? രഞ്ജു പിള്ളേരൊക്കെ കോളേജ് പിള്ളേരൊക്കെ സ്ലിപ്പായിട്ട് പോവുക. പക്ഷെ നേരത്തെ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലോ. 0.01 കുറച്ച് അത് കുഴപ്പമില്ല. കുറച്ചാൽ പോയിന്റ് 0.01 അല്ലേ പോയിന്റ് 0.1 അല്ലേ 0 അടിച്ചാൽ 9,200 ബിറ്റ് വരും ഒരു സെക്കൻഡിൽ. അപ്പോൾ ഒരു ബൈറ്റ് 9,200 1000 ബൈറ്റ് വരും ഒരു സെക്കൻഡിൽ. ഒരു സെക്കൻഡില ഒരു 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 മില്ലി സെക്കൻഡിൽ ഒരു 1-2 ബൈറ്റ് വരും. ഒരു ബൈറ്റാണ് അതിൽ 2 ബൈറ്റില്ല 0.001 ഇട്ടാ മതിയില്ല. മിനിയല്ലേ മിനിയല്ലേ അത്യാവശ്യം ഒരു
അതിനുള്ള തല വെച്ചതാ കോപ്പി അത് ആക്സിഡന്റ് ആംഗിൾ കൈ തിരിച്ച് കഴിഞ്ഞാൽ ആംഗിൾ അപ്പം അത് വെച്ചെടുത്തിട്ട് മൗസ് മൂവ് ചെയ്യുക കൈ ഹാർഡ് വർക്ക് ഓക്കെയാണ്. ഇതിപ്പോൾ ശരി പ്രശ്നമില്ല. ഇതിലിപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ അയക്കുന്ന കൺട്രോളർ അമർത്തി കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഡാറ്റ വരണേ അമർത്തി കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഡാറ്റ വരണത് എന്താണ് കാരണം? മൂവ് ചെയ്യുന്നുണ്ട് ഇതുണ്ട്. ഇപ്പം അമർത്തി കഴിഞ്ഞിട്ടേ ഞാനിപ്പോൾ അമർത്തി ഇപ്പൊ കുറെ ഡാറ്റ വന്നു വന്നോണ്ടിരിക്കുന്നില്ലേ? ആ പക്ഷെ നേരത്തെ ഇതുണ്ടായില്ല. സ്ലോ ആയിട്ട് അതിന്റെ ബഫറിൽ സേവ് ഉണ്ടാവും. പോയിന്റ് 0 ഉണ്ടാക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല. ഈ ഒരു കാര്യം ചെയ്യും. പോയിന്റ് 0 ഇല്ലെങ്കിൽ ഇത് കുറച്ചാലോ ബോർഡർ റേറ്റ് കുറച്ചാലോ? അല്ല 104 മൈക്രോ സെക്കൻഡ് ആണ്. ഹലോ ഇത്ര നേരം ശ്രദ്ധിച്ചിരുന്നില്ല. എന്നില്ല സുമേഷ പോവാണ് ഇങ്ങോട്ട് വരില്ലേ? വരാൻ പറ്റില്ല. വേറൊന്നും മാറ്റങ്ങളൊന്നും വരുത്തില്ലേ? ഇത് മാത്രമേ ഉള്ളൂ. പോയിന്റ് 0 1 മില്ലി സെക്കൻഡ് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കുറച്ചാലോ ബോർഡർ റേറ്റ്? ബോർഡർ റേറ്റിന്റെ പ്രശ്നമായിരിക്കും. സൈസ് പോലെ കയ്യുമ്മ വെക്കാൻ പറ്റും. നമുക്ക് സാധനം പിടിച്ച് വെക്കാം. കളിക്കുന്ന പാഡ് ഞാൻ കണ്ടൂടാ, നീ നോക്കിയാ മതി. അല്ലടാ നമ്മുടെ ബോർഡൊക്കെ വരുമ്പോഴേ സൈസോ ബോർഡ് വേണം, ബാറ്ററി വേണം, വയർലെസ് അല്ല ബ്ലൂടൂത്ത് ചെയ്യാൻ പറ്റിയ വയർലെസ് ആയിട്ട് അയക്കണം. വയർലെസ് ആയിട്ട് അങ്ങനെ സാധനം ഞാൻ കളിച്ചിട്ട് ഷട്ടിലൊക്കെ അതിങ്ങനെ കയ്യൊരു സാധനം കിട്ടും. ഈ പാഡ് വരച്ചെടുത്ത് പാഡല്ല ഒരു വള്ളി കിട്ടും. അല്ല അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഷട്ടടിക്കാനടിയ ആ വടിയുണ്ട്. ബോർഡർ റേറ്റ് കൂട്ടണോ? ബോർഡർ റേറ്റ് കൂട്ടില്ല, ടൈം ഇത് വരും. അപ്പൊ നീ മറ്റേ സാധനം ടൈം ഔട്ട് കുറവല്ലേ? അല്ലടാ ഒരു മിനിറ്റ് ഇപ്പൊ കിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളിതാ വളരെ പതിക്കുന്നുണ്ട്. ഇത്ര നേരം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇല്ല ബോർഡർ റേറ്റ് നീ കുറച്ചില്ലേ? അത്ര കുറയ്ക്കാൻ പറ്റില്ല. ടൈം ഔട്ട് കൂട്ടണ വരും. രണ്ടൊരു പ്രൊഫഷണൽ. അപ്പൊ മറ്റേത് വരുമ്പോ ഇതിൽ നിന്നുള്ള ഡാറ്റ ഞാൻ നെറ്റിലുള്ള കോഡ് തന്നെയാ, സെയിം കോഡ് തന്നെയാ. നീ അത് ഇത് നോക്കിയാ മതി. ഈ കോഡ് ആ കോഡ് ഇട്ട് റൺ ചെയ്യുമ്പോ ആ കോഡ് ഇട്ടാ മതിട്ടാ. വ്യത്യാസം ഒന്നുമില്ല. റൺ ചെയ്യുമ്പോഴ ആ കോഡ് ഇട്ടാ മതി. ഇതിൽ വ്യത്യാസം